ഹേ ഗൈസ്, സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാലഡ് ആദ്യമേ അങ്ങ് അരിഞ്ഞ് മാറ്റാം കേട്ടോ. അപ്പോൾ സാലഡിന് ആവശ്യമായിട്ട് സവാള, തക്കാളി, തൈര്, ഉപ്പ്, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. കുക്കുംബർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ എൻ്റെ കയ്യിൽ ഇവിടെ കുക്കുംബർ ഇല്ല. അതിനുശേഷം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ചിക്കൻ, ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ചിക്കൻ ക്ലീൻ ചെയ്യാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ വിനാഗിരി ആയാലും മതി, ഇട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത ചിക്കനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 20 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതിനുശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഫ്രൈ ചെയ്ത ചിക്കൻ മാറ്റിയതിന് ശേഷം ആ എണ്ണയിലോട്ടാണ് നമ്മുടെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നത്. അതായത് നമ്മുടെ സവാളയും ഏകദേശം 5 സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. 5 സവാള, ഒരു 2 വലിയ ഇഞ്ചി, 2 കുടം വെളുത്തുള്ളി, 5 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് അത്യാവശ്യം നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. ഈ വഴന്ന് വരുന്നതിലാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം വിചാരിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും വഴറ്റിയെടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 3 വലിയ തക്കാളിയും കൂടി ഇടണം കേട്ടോ. ലാസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞു മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇനി നമുക്ക് റൈസിന് ആവശ്യമായിട്ട് നെയ്യ് ഇവിടെ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം അത്യാവശ്യം സ്പൈസസും കാര്യങ്ങളും വളരെ കുറച്ചിട്ടാൽ മതി. കാര്യം ഞാനിവിടെ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു സവാള, 3 ഏലക്കായ, കുറച്ച് കുരുമുളക്, വലിയ ജീരകം എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന അരി, 1 ഗ്ലാസ് അരി, കൈമ റൈസ് ആണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. ഞാനിവിടെ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വഴന്ന് വന്നതിനകത്തോട്ട് നമുക്ക് പൊടികളിടാം. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരുജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് തൈരും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ റൈസ് ആ സമയം കൊണ്ട് ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അടി പിടിക്കാതെ നോക്കണം. നമ്മുടെ കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് പറഞ്ഞെങ്കിലും കുറച്ചും കൂടെ കുറഞ്ഞെന്നും പറഞ്ഞൊരു പ്രശ്നവും ഇല്ല കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇതിനകത്ത് ഇടാം. അപ്പം നല്ല മണമായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പുതിനയിലയും മല്ലിയിലയും ഇടാം. ഇതില്ലാതെ ബിരിയാണി ഇല്ല ഗൈസ്. ഇതാണ് ഈ ഒരു 2 സാധനമാണ് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് കാണിച്ച സൈഡായിട്ട് പിന്നീട് ആലോചിച്ചുണ്ടാക്കിയ ചമ്മന്തിയാണ്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം കേട്ടോ. വലിയൊരു പാത്രം എടുത്തിട്ട് അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കന്റെ മസാല ഇട്ടതിന് ശേഷം കുറച്ച് റെഡി ആയിട്ട് വെച്ചേക്കുന്ന ചോറിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കാം. ദെൻ നമ്മൾ നേരത്തെ മസാലയിൽ നിന്ന് മാറ്റി വെച്ച സ്റ്റോക്ക് വാട്ടർ ഉണ്ട്, അതും കൂടി ഇടണം. അതിനുശേഷം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം. ഡാൽഡ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാൻ കൂടെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഞാൻ ബിരിയാണിക്ക് സൈഡായിട്ട് ഇവിടെ പപ്പടം പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദം ചെയ്ത് ഏകദേശം 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതാണ്. അതിന് മുകളിലായിട്ട് കട്ടിയുള്ള എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവി പുറത്ത് പോകത്തില്ല. സാധാരണ പുറമെ എല്ലാവരും മൈദാമാവൊക്കെ വെച്ച് സെറ്റ് ചെയ്യാണ് പതിവ്. ഇവിടെ ഞാൻ ഒരു വലിയ കല്ല് കണക്കത്തെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രാത്രി ഇത് തന്നെയായിരുന്നു ഫുഡ്.